ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫൂസ് വേൾഡ്. ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ സ്കൂളിൻ്റെ വാർഷികമാണ്, ആനുവൽ ഡേ. അപ്പോൾ അതിനായിട്ട് രാവിലെ നമ്മൾ പോവാണ്. അപ്പോൾ ആങ്കറിങ് പരിപാടി ഞാനാണ്. അപ്പോൾ അതാണ്ട് ഐ ഡി ഇല്ലാതെ അങ്ങോട്ട് കയറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐ ഡി എടുത്തിട്ടുണ്ട്. ഞാൻ പട്ടുപാടയും ബ്ലൗസൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ട് ഗായ്സ്, ഒറ്റ ദിവസം കൊണ്ട് തയ്ച്ച പട്ടുപാവാടയാണിത്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എൻ്റെ പട്ടുപാവാടയ്ക്കും ബ്ലൗസിനും. അയ്യോ ഗൈസ്, തെറിച്ച് പിടിച്ച് 9 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോൾ 9:11 അത്രയ്ക്ക് താമസിച്ചു. ശ്രീമതി ദേവിക എസ്, ശ്രീ പ്രേംജി കൃഷ്ണ, ശ്രീ ബിജു എസ്, ശ്രീമതി സെൽവരാണി പി, ശ്രീമതി ജിഷ ഷാജി, ശ്രീമതി കല ഷാജി, ശ്രീമതി സിമി വിനോദ്, ശ്രീമതി സുനിത വിനോദ്, ശ്രീമതി ആതിര എസ്, ശ്രീ പ്രഭാത് ബി, ശ്രീമതി രജങ്ങളും നമ്മുടെ ഈ സദസ്സിന്റെ ഏറ്റവും ഫ്രണ്ടിലത്തെ കസേരയിലേക്ക് വന്നിരിക്കണമെന്ന് അറിയിക്കുന്നു. ഞാൻ ഈ ലിസ്റ്റ് വായിക്കുന്ന മുഴുവൻ കുട്ടികളും ഈ സദസ്സിന്റെ മുമ്പിലിട്ടിരിക്കുന്ന ഈ സീറ്റിലേക്ക് വന്നിരിക്കണമെന്ന് അറിയിക്കുന്നു. സ്റ്റാഫ് സെക്രട്ടറി ഷാരിമൽ എന്റെ കർത്തവ്യം. ഈ യോഗത്തിന് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ടീച്ചയുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ ശ്ലാഘനീയമായ നമ്മുടെ സ്കൂളിന്റെ അഭ്യുദയകാംക്ഷിയായ ശ്രീമാൻ സുരാജ് ശർമ്മനശ്ശേരിയും കൂടി സ്പോർട്സിലും ഗെയിംസിലും മികവ് നേടിയ ആദിത്യ രവികുമാർ, സ്പോർട്സിലും ഗെയിംസിലും മികവ് നേടിയ അമൃത സുനിൽ, സ്പോർട്സിലും ഗെയിംസിലും മികവ് നേടിയ ഭാഗ്യലക്ഷ്മി, NMMS സ്കോളർഷിപ്പ് നേടിയ നവമി സന്തോഷ്, USS സ്കോളർഷിപ്പ് ഗിഫ്റ്റഡ് നേടിയ അഞ്ചിമ എസ്, USS സ്കോളർഷിപ്പ് ഗിഫ്റ്റഡ് കീർത്തന അനൂപ്. നമ്മുടെ ഹരിപ്പാട് BPC ജൂലി ടീച്ചറാണ് ഈ അവാർഡ് നൽകിക്കൊണ്ടിരിക്കുന്നത്. കലോത്സവത്തിൽ മികവ് നേടിയ ദേവനന്ദ വി, കലോത്സവത്തിൽ മികവ് നേടിയ ദേവനന്ദ വി, കലോത്സവത്തിൽ മികവ് നേടിയ അമയ വി, കലോത്സവത്തിൽ മികവ് നേടിയ ശ്രീനന്ദ പി, ശാസ്ത്രോത്സവത്തിൽ മികവ് നേടിയ നിരഞ്ജന കെ, കലോത്സവത്തിൽ മികവ് നേടിയ അനാമിക എസ്. ഒന്ന് കൈ ഉയർത്തി പറഞ്ഞേ മോളെ, അനാമിക എസ്. സ്കൂളിന്റെ അഭ്യുദയകാംക്ഷിയായ സുരാജ് ചെറുമനശ്ശേരിയെ കൂടി മൊമന്റോ നൽകുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്പോർട്സ് ഗെയിംസ് മീറ്റില് മികവ് നേടിയ അനിഖ അനിൽകുമാർ, കലോത്സവത്തിൽ മികവ് നേടിയ ഷഹനായൻ, കലോത്സവത്തിൽ മികവ് നേടിയ നിഹേൽ മറിയം, ഐശ്വര്യ ബി, ശാസ്ത്രോത്സവത്തിൽ മികവ് നേടിയ ഐശ്വര്യ ബി, നമ്മുടെ ടീച്ചേഴ്സ് കൂടി അവാർഡ് നൽകുന്നതിനായി വേദിയിലേക്ക് വരണമെന്ന് അറിയിക്കുന്നു. കൃഷ്ണകുമാർ സാറിനെ ക്ഷണിക്കുന്നു. കൃഷ്ണകുമാർ സാർ. ശ്രീനന്ദ എസ് വാര്യർ, NMMS എക്സാമിനേഷൻ അവാർഡ് നേടിയ വരദയ്ക്ക് അവാർഡ് നൽകാനാണ് ശ്രീദേവി ടീച്ചറിനെ ക്ഷണിക്കുന്നു. വരദ ഡി. ശാസ്ത്രോത്സവത്തിൽ മികവ് നേടിയ നിവേദ്യ BS അവാർഡ് നൽകാനായി ഉവൈസ് സാറിനെ ക്ഷണിക്കുന്നു. സ്പോർട്സ് ഗെയിംസ് മീറ്റിൽ അവാർഡ് നേടിയ അലീന അനിൽകുമാറിന് അവാർഡ് നൽകാൻ ഉവൈസ് സാറിനെ ക്ഷണിക്കുന്നു. അവാർഡ് നൽകുന്നതിനായി SMC അംഗം പ്രഭാത്തിനെ ക്ഷണിക്കുന്നു. അതുല്യ എ, കലോത്സവത്തിൽ മികവ് നേടിയ അതുല്യ എ, മികവ് നേടിയ അമേയ സത്യ, സ്പോർട്സ് ഗെയിംസ് മീറ്റിൽ മികവ് നേടിയ ശാസ്ത്രോത്സവത്തിൽ മികവ് നേടിയ അനാമിക ആറിന് അവാർഡ് നൽകുന്നതിനായി
നമ്മുടെ പ്രേംജി കൃഷ്ണനെ ക്ഷണിക്കുന്നു. കലോത്സവത്തിൽ മികവ് നേടി വൃന്ദ ബാബു. കലോത്സവത്തിൽ നമ്മുടെ നമ്പി സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതിനായി നമ്മുടെ ജയലക്ഷ്മിയെ ക്ഷണിക്കുന്നു. കലോത്സവത്തിൽ മികവ് നേടി ലക്ഷ്മി നന്ദനയ്ക്ക് അവാർഡ് നൽകുന്നതിനായി രാജിയെ ക്ഷണിക്കുന്നു. NMMS എക്സാമിനേഷൻ അവാർഡ് വിന്നർ അനുജയെ അവാർഡ് നൽകുന്നതിനായി നമ്മുടെ സന്ധ്യയെ ക്ഷണിക്കുന്നു. ചിത്രരചനയുടെ ദേശീയ മുഖം മാനസമേരയുടെ അച്ഛൻ ശ്രീ മുരുകനെ കൊടുക്കാൻ ആൽഫിയ നിസാമിനെ ക്ഷണിക്കുന്നു. ടീച്ചറിനെ ക്ഷണിക്കുന്നു. കലോത്സവത്തിൽ മികവ് നേടിയ ശ്രീലക്ഷ്മി S പിള്ള ലഭിച്ചേരണമെന്ന് അറിയിക്കുന്നു. കലോത്സവം അവാർഡ് നൽകാൻ കാർത്തിക ബൈജു, അനന്യ സുരേഷ് അവാർഡ് നൽകാനായി. കലോത്സവം, വിദ്യാരംഗം, സർഗോത്സവം എന്നിവയിൽ മികവ് നേടിയ അനന്യ സുരേഷ് പിന്നാമ്പുറത്ത് അധ്യാപകരുടെയും മറ്റും ശ്രദ്ധ എത്താത്ത ഇടങ്ങളിൽ പോയി പരിപാടികൾ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ടുള്ള വിവരം ലഭിക്കുന്നുണ്ട്. അത്തരം കുട്ടികൾ എല്ലാവരും തന്നെ ആങ്കറിംഗ് ലാബിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണുവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ടിങ്കറിംഗ് ലാബിന് സമീപത്ത് ക്യൂ ആയി നിൽക്കേണ്ടതാണ്. കേരള സ്കൂൾ സ്പോർട്സ് മീറ്റ് അവാർഡ് നേടിയ പ്രിയങ്ക പ്രമോദിന് ആദരവ് നൽകുന്നതിന് വേണ്ടി ശ്രീ ബെനി സറമ ക്ഷണിക്കുന്നു. കേരള സ്കൂൾ സ്പോർട്സ് മീറ്റ് അവാർഡ് നൽകുന്നതിന് വേണ്ടി നമ്മുടെ NCC Good evening, respected principal, esteemed guests, dedicated teachers, proud parents, and beloved students. Government Girls High Secondary School, Haripal. I'm Alfia Nisam, and standing beside me is my co-anchors Krishna Avenu and Devika Anaya. We will be here for your host for this memorable evening filled with excitement. Today, we come together to celebrate the exceptional talent, hard work and accomplishment of our students, and to honor the strong bond that brings our Government Girls High Secondary School family together. Let us remark on the unforgettable journey together. ചരിത്രത്തിൽ നാഴികക്കല്ലാകാൻ പോകുന്ന മികവിന്റെ മാറ്റുരയ്ക്കുന്ന മികവുത്സവത്തിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഹരിപ്പാട് പെൺപള്ളിക്കൂടം 160ന്റെ നിറവിൽ നിൽക്കുമ്പോഴും അടുത്തതായി വേദിയിൽ കുട്ടികളുടെ കൾച്ചറൽ പ്രോഗ്രാമുകളാണ്. ആദ്യമായി വേദിയിൽ മ്യൂസിക്കൽ ഫ്യൂഷൻ അവതരിപ്പിക്കുന്നത് 9C-യിലെ ശ്രീവിദ്യ ആൻഡ് ടീം. Srividya P. Nair, Shraddha S. Nair, Sriram S. Nair on stage. ഭാവഗായകനായ DJ ജമീൽ മാഷിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പാടി അനശ്വരമാക്കിയ ഒരു ഗാനത്തോടുകൂടി ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏവർക്കും സർഗാരവത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം.
മികവ് തെളിയിച്ച RS ബാലാമണിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രപഞ്ച സത്യം, അതൊരു നിഴലായി എപ്പോഴും നമ്മോടൊപ്പം. നമ്മുടെ മക്കളിരുന്ന് കരയുന്നത് കണ്ടില്ലേ? ഞങ്ങളെ തനിച്ചാക്കി പോയില്ലേ? നമ്മൾ സ്വപ്നം കണ്ടതുപോലെ നമ്മുടെ മക്കളെ ഞാൻ വളർത്തും. അതിനെനിക്ക് ജീവിക്കണം, ജീവിച്ചേ മതിയാകും. ചടങ്ങുകൾ തുടങ്ങാൻ നേരമായി. വേഗം കുടിച്ച് ദേശുദ്ധി വരുത്തി ചിരക്കരികിലേക്ക് എത്തുക. ഭാര്യ ജീവിച്ചിരിക്കെ ഭർത്താവ് മരിച്ചാൽ ആ ചിതയിൽ ചാടി ഭാര്യയെ മരിക്കണം. അതാണ് ആചാരം. എന്താചാരം? പറക്കമുറ്റാത്ത എന്റെ ഈ രണ്ട് കുഞ്ഞുങ്ങളെക്കാൾ വലുതാണോ സമുദായത്തിന്റെ ആചാരം അനുഷ്ഠാനം എന്ന് പറഞ്ഞേ? ശ്രീകരമേ, അധികാരികൾക്ക് നേരെ ഉയർന്ന നിന്റെ നാവ് ഈ ചിതയിൽ എരിഞ്ഞടങ്ങണം. ആരവിടെ ഇവിടെ കയ്യും കാലും പിടിച്ചു കെട്ടി ഈ ചിതയിലേക്ക് എറിയുക. എന്നെ വിട്, എന്നെ വിട്. അമ്മേ, എന്റെ മക്കൾ, എന്റെ മക്കൾ, അമ്മേ. കത്തിയെരിയുന്ന എന്റെ ഈ ശരീരത്തോടൊപ്പം സതി എന്ന ദുരാചാരവും ഇവിടെ എരിഞ്ഞടങ്ങട്ടെ. ചിത്രഗുപ്ത, ഭൂമിയിൽ ഈയിടെ ഒരു പ്രകൃതി ദുരന്തം നടന്നില്ലല്ലോ, അതിൽ കുറെ പേർ മരിച്ചു. മൃതദേഹങ്ങൾ പോലും കണ്ടെത്താൻ കഴിയാത്ത തരത്തിലുള്ള മരണമായിരുന്നു. നാം നടപ്പാക്കിയ ആ ദുരന്തത്തിൽ മരണമടഞ്ഞവരിൽ ഒരാളുടെ പേര് മാത്രം എന്തേ നമ്മുടെ കണക്ക് പുസ്തകത്തിൽ വെട്ടാതെ കിടക്കുന്നു? ഒരർജുൻ. എന്തേ അയാൾ മരിച്ചില്ലേ? അത് തീർച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല പ്രഭു. മരണമടഞ്ഞവരിൽ അയാൾ മാത്രമാണ് കേരളീയൻ. മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളവർക്കായുള്ള തെരച്ചിലുകൾ അവസാനിപ്പിച്ച് അവർ മരണമടഞ്ഞതായി പ്രഖ്യാപിച്ചു. പക്ഷേ കേരളീയരുടെ നിശ്ചയദാർഢ്യം അർജുനൻ ജീവനോടെ കണ്ടെത്തുമെന്നാണ്. അതല്ല, ഇനി അവൻ മരിച്ചുവെങ്കിൽ അവന്റെ മൃതദേഹം കണ്ടെത്തുമെന്നും അവർ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് മനാഫ് എന്ന അവന്റെ മിത്രമാണ്. മനാഫ്, നിങ്ങൾ നാട്ടിലേക്ക് മടങ്ങുന്നില്ലേ? ആളും ആരവങ്ങളും എല്ലാം തീർന്നു. മാധ്യമങ്ങളെല്ലാം തന്നെ വയനാട് ദുരന്ത ഭൂമിയിലേക്ക് പോയി കഴിഞ്ഞു. ഇനിയും നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക്. എല്ലാവരും പോയിക്കോട്ടെ. ഇവിടെ ഇവിടെ അവനുണ്ട്, എന്റെ അർജുൻ. പിന്നെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്കാവും? അവനെ കൊണ്ടല്ലാതെ ഞാൻ ഇനി നാട്ടിലേക്കില്ല. അത് ഞാൻ അവന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക. അച്ഛൻ വലിയ കളിക്കോട്ടവുമായി വരുന്നത് കാത്തിരിക്കുന്നവന്റെ മകൻ എന്താണ് സംഭവിച്ചതെന്നറിയാതെ, ഒന്ന് പൊട്ടിക്കരയാൻ പോലും കഴിയാതെ അവന്റെ ഭാര്യ. ഇവരോടൊക്കെ ഞാൻ എന്റെ സമാധാനമാണ് പറയുക. ഇല്ല, ഇവിടെ കിടന്ന് മരിക്കേണ്ടി വന്നാലും അവനെ കൊണ്ടല്ലാതെ ഞാൻ ഇനി നാട്ടിലേക്കില്ല. അർജുൻ, നീ എവിടെയാ? നീ എവിടെയാ? വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഞാനൊരു വഴിയാത്രക്കാരി. ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറി എന്നേ ഉള്ളൂ. സ്ഥലം മാറിപ്പോന്ന ഉദ്യോഗസ്ഥന്റെ പേരിൽ
കുറച്ച് ആരോപണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ഒരു പെട്രോൾ പമ്പിന്റെ NOC സംബന്ധിച്ച കാര്യത്തിനായി ഞാൻ ഈ ഉദ്യോഗസ്ഥരെ വിളിക്കുകയുണ്ടായി. അപ്പോഴെല്ലാം ലാൻഡ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല എന്ന തൃപ്തികരമല്ലാത്ത മറുപടിയാണ് എനിക്ക് ലഭിച്ചത്. പക്ഷേ ഇന്നലെ ഞാൻ അപേക്ഷകനെ കണ്ടപ്പോൾ പറഞ്ഞത് NOC ശരിയാക്കി കിട്ടിയെന്ന്. അതെങ്ങനെ ശരിയാക്കി കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. 2 ദിവസം, വെറും 2 ദിവസം മാത്രം മതി തെളിവുകൾ സഹിതം പുറത്തു വരാൻ. സ്ഥലം മാറിപ്പോന്ന ഉദ്യോഗസ്ഥനോട് എനിക്കൊന്നേ പറയാനുള്ളൂ. പുതിയ ജില്ലയിലെങ്കിലും താങ്കൾ ജോലിക്ക് കയറുമ്പോൾ ഇതുപോലെയാകരുത്. ഞാൻ എന്തിനു ജീവിക്കണം? 1 രൂപ പോലും ആരിൽ നിന്നും കൈക്കൂലി വാങ്ങിയിട്ടില്ല. എന്നിട്ടും എന്തിനെ സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് അവരെ അപമാനിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ ഇതവർക്ക് പുറം ലോകത്തെ അറിയിച്ചാൽ ആദർശവാനായ ഞാൻ ഒരു കൈക്കൂലിക്കാരനാണെന്ന് എന്റെ കുടുംബം, എന്റെ നാട്ടുകാർ എല്ലാവരും വിധിയെഴുതും. ഇല്ല, എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഞാൻ ഇനി നാട്ടിലേക്ക് മടങ്ങുന്നില്ല. എന്റെ ജീവിതം ഈ ഔദ്യോഗിക വസതിയിൽ തീരട്ടെ. പ്രിയപ്പെട്ടവളെ, മക്കളെ, മാപ്പ്, മാപ്പ്, മാപ്പ്. ഗൈസ്, അപ്പോൾ ഇഷ്ടം പോലെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേറൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് എനിക്ക് 7:15 വരെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വരാൻ നേരം സ്കൂളിലെ അവസ്ഥ ഇതാണ്. എല്ലാവരും അടിച്ച് പൊളിച്ച് എന്താ ഗൈസ് തകർക്കുകയാണ്. അപ്പോൾ ഗൈസ്, ആനുവൽ ഡേ ഇവിടെ അവസാനിക്കാൻ സ്കൂളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.